ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ തണ്ട് ഒരുങ്ങിക്കൊണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരുങ്ങിക്കൊട്ടി എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാമോ? എൻ്റെ പല്ലിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള റോളയിൽ സായി ഗണേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ദന്ത ക്ലിനിക്കിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, 11:30 അപ്പം ഞാൻ എണ്ണീറ്റും അച്ചാച്ചനും എണ്ണീറ്റും ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറക്കുട്ടി ഈ ഒരു ടൈം ഉറക്കാണ് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഉറങ്ങുന്ന ഒരു സമയമാണല്ലോ. അപ്പം പെട്ടെന്ന് നേരത്തെ എണ്ണിപ്പിച്ച് നിർത്തണ്ട, നമ്മുടെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവളെ എണ്ണിപ്പിക്കുക. അപ്പോൾ അത്രയും നേരം കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ വർത്താനം പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വരും കേട്ടോ. ദാണ്ടേ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു നാട്ടിൽ നടത്തൊരു കുർത്തിയാണ് കേട്ടോ, നല്ലൊരു കോട്ടൺ കുർത്തിയാണ്. ഇതിൻ്റെ എന്താ പറയുക, നെക്ക് കണ്ടില്ല, ഒരു ഹാഫ് കോളർ വരുന്ന ഒരു നെക്കാണ്. കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, 1-2 തവണ ഇട്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഹെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേന് സാർക്കുട്ടി എണ്ണിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫേസിൻ്റെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കിന് അവളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവളെ എണ്ണിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ അവളെ ഒരുക്കി നിർത്തിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ബാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അച്ചാച്ചനും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പം നമ്മൾ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ ഒരു വർഷം മുമ്പല്ല, ഈ ഒക്ടോബർ ആകുമ്പോൾ 1 വർഷം ആവത്തേ ഉള്ളൂ. നാട്ടിൽ നിന്ന് എൻ്റെ പല്ലിന് ഒരു അടച്ചതാണ്. പക്ഷെ അതെനിക്കത് ഫുൾ ഇളകിപ്പോയി കേട്ടോ. പല്ല് അടച്ചത് എല്ലാം ഇളകിപ്പോയി. എനിക്കൊരു 2 മാസം മുമ്പേ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്നെല്ലാം ഫുൾ ഇളകിപ്പോയിട്ട് ഇപ്പോൾ ഒരു ഹോൾ മാത്രം ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാനതിനെപ്പറ്റി പറയാം, കുറച്ച് 10 പറയാനുണ്ട് എനിക്ക്. അപ്പം എനിക്കത് ഒരു ചെറിയൊരു അതായത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വരാം. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാലോ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മൾ ഈ ഡെന്റൽ ക്ലിനിക്കിലൊക്കെ പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ടോ. വാച്ചും ഈ കുഞ്ഞ് കയ്യിൽ ഏതാണ്ടൊക്കെ ആക്സസറീസ് ഒക്കെ വലിച്ചു ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല, ചിലപ്പോൾ ഒരു മൂഡ് തോന്നി ഇതൊക്കെ ചെയ്തോ. ഇതെൻ്റെ സ്ഥിതി ഒരു സ്റ്റെപ്പാണ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ചെയ്തിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സാർക്കൂടി ഇത് ചുമ്മാ ഷോ കാണിക്കാട്ടോ. ഡോർ ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും കയറും. എന്നിട്ട് അച്ചാച്ചനൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി 11:30 നമ്മളൊരു 11 ആയപ്പോഴത്തേനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതുണ്ട് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പോകുമ്പോൾ ആരോ നട്ട് കുറച്ച് പച്ചക്കറി, മറ്റേ നമ്മുടെ മത്തങ്ങ ഈ ചൂട് കാരണം കുറേ കരിഞ്ഞു പോയി. നേരത്തെ ഇവിടെ കുറേ പച്ചമുളക്, കറ്റാറ് വാഴ, അങ്ങനത്തെ ഒക്കെ കുറേ സംഭവം, നമ്മുടെ മത്തങ്ങ, കുമ്പളങ്ങയൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. കായ ആയത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇല മാത്രമല്ല ഇപ്പോഴത്തെ എല്ലാം കരിഞ്ഞു പോയി. അപ്പോൾ ചുമ്മാ ജസ്റ്റ് അതൊന്ന് കാണിച്ചാണ്. അപ്പോൾ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ കണ്ടില്ലേ, ഈ അസ്റ്റർ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ നമ്മുടെ ബിൽഡിംഗ് വരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇതേ കാറിൽ കയറി നമ്മൾ പോവുകയാണ് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ. റോളയിലാണ്, നമുക്കൊരു 5 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. പിന്നെ സിഗ്നലെല്ലാം കൂടെ കിട്ടി വരുമ്പോഴത്തേനും ഒരു 10 മിനിറ്റൊക്കെ ആവുമായിരിക്കും. ഇപ്പോൾ തന്നെ എൻ്റെ ആദ്യത്തെ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എവരിഡേ സെൻറ്റർ. അപ്പോൾ പകൽ അങ്ങനെ പോകാത്തതുകൊണ്ട് ഇവിടെയൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നത്. ഇത് ഷാർജ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ, ആ ഒരു ബിൽഡിങ്. അങ്ങനെ നമ്മളിത് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. 2019 എൻ്റെ ഒരു പല്ല് എടുക്കാനും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കറിയാവുന്ന ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അച്ചാച്ചൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ചെറിയൊരു ക്ലിപ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ എനിക്ക് ആ പല്ലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അത് ക്ലീൻ ചെയ്തിട്ട് എനിക്ക് വീണ്ടും അത് അടച്ച് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ, എന്താണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതാണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു അകം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ സ്റ്റാഫൊക്കെ മാറിയിരുന്നു. എന്നിട്ട് അവിടെ നമ്മൾ നേരെ പോയത് ജ്യൂസ് വേൾഡിലോട്ടാണ് കേട്ടോ, ഷാർജ റോഡിൽ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് തന്നെ വരും. അപ്പം ഒന്ന് ഭയങ്കര ചൂടൊക്കെ അല്ലേ, എന്തെങ്കിലും ജ്യൂസ് വല്ല. പിന്നെ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു 1 മണിക്കൂറത്തേക്കിന് ഫുഡ് കഴിക്കുകയും കുടിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ പാഴ്സലാട്ടോ വാങ്ങിക്കുന്നത്, ഫലൂഡയാണ് വാങ്ങിക്കുന്നത്, 2 ഫലൂഡ വാങ്ങിക്കും. അപ്പോൾ ചുമ്മാ ഇതിൻ്റെ അകമൊക്കെ ഒന്ന് ചുമ്മാ ഇങ്ങനെ ഒന്ന് കാണിക്കാൻ കേട്ടോ. അപ്പോൾ അച്ഛൻ അവിടെ ഇങ്ങനെ ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ സാറക്കുട്ടി അവിടെ ഒരു കാറുണ്ടായിരുന്നു, അതിനകത്ത് കയറി അവൾ കുറച്ച് നേരം അതിനകത്ത് കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് സെറ്റപ്പ് ഒക്കെ മാറ്റി കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ ഒരു നെസ്റ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ അന്നെന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടെ, അതായത് ഈ അവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് കാണിച്ചത് അത് ഒരു സെക്ഷൻ, അതായത് നമ്മൾ കയറി ചെല്ലുന്ന ഒരു സെക്ഷൻ, ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഈ ഒറിജിനൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് അവരിങ്ങനെ ഒരുപാട് കൊട്ടകൾ അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഊഞ്ഞാൽ പോലെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ അത് വന്ന് അതിനകത്ത് കയറി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം, വീഡിയോസൊക്കെ എടുത്തിട്ടൊക്കെ നമ്മൾ പോകുമായിരുന്നു. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ മാറ്റി കുറേ സീറ്റിംഗ് ഒക്കെ കുറേ കൂടുതലാക്കി. എന്നിട്ട് ആ ഒരു സെക്ഷൻ ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു സെക്ഷൻ ആക്കി മാറ്റി കളഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു, ഇത് പണ്ട് വലുതായിരുന്നല്ലോ, ഇപ്പോൾ ഇത് ചെറുതാക്കി പോയില്ല. അപ്പോൾ കൊച്ചു പറഞ്ഞു, മറ്റേ എന്താ പറയുക, ഒന്നുകൂടെ സെറ്റപ്പ് ചെയ്ത് വന്ന സമയത്ത് സീറ്റിംഗ് ഒക്കെ കൂടുതലാക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് ചെറുതാക്കി ഷോർട്ടാക്കി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു കാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സാറക്കുട്ടി കയറി ഭയങ്കര ചുമ്മാ കറക്കലും പിടിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇത് കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് അതിനെ വേറൊരു സെക്ഷനായിട്ട് മാറ്റി. എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. കയറി വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. സാറക്കുട്ടി അപ്പോൾ കാറിനകത്ത് തന്നെ ഇരിക്കുകയാണേ.
പണ്ട് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ, കുറേ വലിയ സെറ്റപ്പ് ആയിരുന്നു. അപ്പം ഇപ്പോൾ കുറേ അത് അവർ ഷോർട്ടാക്കി കളഞ്ഞിട്ട് ആകെ ഈ ഒരു 3-4 സെക്ഷൻ എങ്ങാണ്ടേ ഉള്ളൂ, ചുമ്മാ മാല പോലെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അങ്ങ് ഇറങ്ങും കേട്ടോ. ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഞാൻ ഇന്നാൾ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി പഴംപൊരിയൊക്കെ കിട്ടുന്നൊരു സ്ഥലം ജ്യൂസ് വേൾഡിൻ്റെ സൈഡിലുണ്ടെന്നൊക്കെ. അപ്പോൾ അവിടുന്ന് നമ്മൾ പഴംപൊരിയും മറ്റേ നമ്മുടെ വെട്ടുകേക്കൊക്കെ ഉണ്ടല്ലോ അതും ഒക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഫലൂഡ ദി പാർട്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കാണിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാണേ. അപ്പോൾ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതും കേൾക്കുന്നതും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം കാണും, കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കണം. കാരണം ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ കഥ പോലെ ഒരുപാട് അങ്ങ് പറഞ്ഞു പോയിട്ടോ. അപ്പോൾ എനിക്കതൊരു നിങ്ങൾക്ക് ബോർ അടിപ്പിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചുരുക്കി പറയാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പല്ല് ടെമ്പററി ആയിട്ട് ഡോക്ടർ എനിക്ക് അടച്ചു വന്നു. കാരണം എനിക്കിത് വേദന എടുക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അത്യാവശ്യം വലിയ ഒരു കുളവാക്കിയാണ് എനിക്ക് അവർ വച്ചിരിക്കുന്നത്. ഇവരല്ല കേട്ടോ, നാട്ടിലുള്ള ക്ലിനിക്കുകാരെ. അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടർ ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ടെമ്പററി ആയിട്ട് അടയ്ക്കാം. വേദനയും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 1 മന്ത് കഴിഞ്ഞിട്ട് നമുക്കത് പെർമനന്റ് ആയിട്ട് അടച്ചു തരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റൂട്ട് കനാൽ ചെയ്യണം, അല്ലെങ്കിൽ എടുത്തു കളയണം, അതായത് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അവിടെയാണ് ഇന്നിപ്പോൾ നമ്മൾ പോയപ്പോൾ നടന്ന സംഭവം ഇതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നാട്ടിൽ വെച്ച് എനിക്കൊരു പല്ലിന് ചെറിയൊരു ബ്ലാക്ക് കളർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേദനയോ ഇൻഫെക്ഷനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ കണ്ടപ്പോൾ എനിക്കറിയാം ഇത് പോട് വരാനാണ് അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡോക്ടറെ ഇവിടെ കൊണ്ട് കാണിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അത് ദുബായിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം നല്ലൊരു അത്യാവശ്യമല്ല വലിയൊരു ദന്ത ക്ലിനിക്കിൽ തന്നെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവർ ആ ഒരു കുഞ്ഞു ഒരു പൊട്ടുപോലെ ഒരു ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ. എൻ്റെ പല്ല് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ, അതായത് ഒരു കിണർ കുത്തിയതുപോലെ എൻ്റെ പല്ലിനെ ഫുൾ ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു റൂട്ട് കനാൽ ചെയ്യാനേ പറ്റത്തുള്ളൂ, റൂട്ട് കനാൽ ചെയ്യാൻ. ഞാൻ പറഞ്ഞു എനിക്ക് റൂട്ട് കനാൽ ചെയ്യണ്ട, നോർമലി അടയ്ക്കുന്ന രീതിയിൽ അടച്ചാൽ മതി. എനിക്ക് ഓൾറെഡി അങ്ങനെ പല്ലുകൾ അടച്ച് വെച്ചിട്ടുണ്ട്, 2 പല്ല് എൻ്റെ ഓൾറെഡി പെർമനന്റ് ആയിട്ട് അടച്ചിട്ടുണ്ട് സാധാ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അവരെന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല, അവർക്ക് അത് റൂട്ട് കനാൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതുപോലെ സമയമില്ല, പിന്നെ അതിന് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്നോട് എന്തോ ഒരു ദേഷ്യം പോലെ ആയിപ്പോയി കേട്ടോ. കാരണം അവർ പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലല്ലോ, നമുക്ക് അത്രയും ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. 4500-5000 രൂപയായിരുന്നു റൂട്ട് കനാൽ ചെയ്യുന്നതിന്. അപ്പോൾ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് സാധാ നമ്മുടെ പെർമനന്റ് ആയിട്ട് അടയ്ക്കുന്ന രീതിയിൽ അടച്ചാൽ മതി എന്ന് അവരെ കൊണ്ട് പറഞ്ഞിട്ട് അവരതങ്ങനെ ചെയ്തു തന്നു കേട്ടോ. പക്ഷെങ്കിൽ എനിക്കത് വീട്ടിൽ വന്നപ്പോൾ തൊട്ട് എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര മോശമായിട്ടുള്ളൊരു ഫീലിങ്സ് ആയിരുന്നു. കാരണം ഓൾറെഡി ഞാൻ അടച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ അപേക്ഷിച്ചിട്ട് എനിക്ക് നാക്ക് തട്ടുക, തരിക്കുക, ബ്രഷ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ ഇളകി പോകുന്ന പോലെ ഫീൽ ചെയ്യുക. എന്തൊക്കെയാണ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു 2 മാസത്തിന് മുമ്പേ എനിക്കിത് ഈ അടച്ച പല്ലിൽ നിന്നുള്ള ഫുൾ ഫില്ല് ഇളകിപ്പോയി. എന്നിട്ട് വലിയ കുളം പോലെ എൻ്റെ പല്ലിരിക്കുന്നത്. ഇന്നലെ ഇന്നിപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഇത് വലിയൊരു ഹോളാണ്, ഇതിനകത്ത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് അത് മാക്സിമം ക്ലീൻ ചെയ്തിട്ട് വെച്ച് നോക്കാനേ പറ്റില്ല. അവർ എന്തുകൊണ്ടാണ് അത് അങ്ങനെ അവർ അത്രയും വലിയൊരു ഹോളാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി അവരൊരു ബിസിനസ് പരമായിട്ടായിരിക്കും എന്നെ അവിടെ അത് കണ്ടത്. അവർക്ക് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പെൻസ് എന്നിൽ നിന്ന് കിട്ടുമല്ലോ, എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ എന്തായാലും അങ്ങനെയാണ്, അതാണ് എനിക്ക് സംഭവിച്ചത് കേട്ടോ. നമ്മളൊക്കെ എന്ത് വിശ്വസിച്ചാണല്ലേ ഒരു ആശുപത്രിയിലോട്ട് പോകുന്നത്. അതായത് ഒരു കുഴപ്പമില്ലാത്തൊരു പല്ലും കൊണ്ട് അവിടെ ചെന്നിട്ട് അവരത് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ അത് പെർമനന്റ് ആയിട്ട് നമ്മൾ ചെയ്തത് അത് ഇളകിപ്പോകുന്നു. അത് വല്ലാത്തൊരു ബാഡ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. എനിക്ക് ആ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും പറയാൻ താല്പര്യമില്ല, അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 1 മന്തിന് എനിക്ക് ടെമ്പററി ആയിട്ടാണ് ഇവിടുത്തെ ഡോക്ടർ ഇത് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ 1 മാസത്തിനുള്ളിൽ വേദനയൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പെർമനന്റ് ആയിട്ട് അടച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, വേദന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പല്ല് ഒന്നെങ്കിൽ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എടുത്ത് കളയേണ്ടി വരും കേട്ടോ. നല്ല അടിപൊളിയൊന്നുമല്ല, ഒരു കുഴപ്പമില്ലായിരുന്നൊരു പല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുപോയി കുത്തി കുളവാക്കിയ പോലെ ആയിപ്പോയി. ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് വലിപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.